സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാന തിരുനാളിൻ്റെ 4-ാം ആഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ്. ഉത്ഥാനത്തിൻ്റെ സന്തോഷം നമ്മൾ നിലനിർത്തുവാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ, ആഗോള സഭയിലൂടെ, മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമ്മളോട് നൽകുന്ന ബോധ്യം, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് നാം അവനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. യേശുവിൻ്റെ മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഏറ്റവും വലിയ പ്രയത്നം അതിനാണ് ആവശ്യം. നമ്മളിൽ മാനുഷികമായ, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പഴയ തലമുറയുടെയൊക്കെ സ്വഭാവം, വൈകല്യങ്ങളൊക്കെ നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. ഇന്ന് 1-ാമത്തെ വായനയിൽ പൗലോസും കൂട്ടരും അന്ത്യോക്യയിലെത്തി. അപ്പോസ്തല പ്രവർത്തനം 11-ാമത്തെ അധ്യായത്തിൽ അന്ത്യോക്യയിലെത്തിയപ്പോൾ അവിടെ സിനഗോഗിൽ കയറി അവരോട് ആർക്കെങ്കിലും വചനം പ്രസംഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറയാമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് എഴുന്നേറ്റ് അവരോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇസ്രായേലിന്റെ ദൈവം, അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് പോയ നാള് മുതൽ അവിടെ ദൈവം അവരെ ഈ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ചെങ്കടൽ കടത്തി അവരെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് 40 വർഷം അവരുടെ പഴയ ഈജിപ്തിൽ നിന്ന് കിട്ടിയ ആ സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. യേശുവിൻ്റെ മനോഭാവത്തിൽ, ദൈവിക മനോഭാവത്തിലേക്ക് അവർ വരാൻ വേണ്ടി മാത്രമാണ് ദൈവം ആ മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു തിരിയാനിടയായത്. മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് വന്ന അനേകര് മരിച്ചു വീണ് നമുക്കറിയാം. ജോഷുവായും കാലബും മാത്രമാണ്, മോശ പോലും മരിച്ചുപോയി വാഗ്ദാന ദേശത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ. അപ്പോൾ പുതിയൊരു തലമുറ, പുതിയ മാനസാന്തരം, അല്ല ദൈവിക സ്വഭാവമുള്ള ഒരു ജനത്തെ ആ മരുഭൂമിയിലൂടെ ദൈവം രൂപപ്പെടുത്തുകയായിരുന്നു. നമ്മളുടെ ജീവിതത്തിലെ ഇന്നത്തെ സഹനങ്ങളിലൂടെ നാം തിരുസഭയിലൂടെ ആയിരിക്കുമ്പോൾ, തിരുസഭയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമുക്കറിയാം, അത് അറിഞ്ഞിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ യാത്ര തീർന്ന് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ കണ്ണും നട്ടിരിക്കരുത്. നമ്മൾ ഇവിടെ നിന്നും നിത്യതയിലേക്ക് യാത്ര ചെയ്ത് നമ്മൾ വീഴും അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുള്ളതല്ലേ, നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ യാത്രയിലൂടെ നമുക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും, കുടുംബ പ്രശ്നങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ജോലി എല്ലാം ദൈവം അനുവദിച്ചത് നമ്മൾ ദൈവത്തെ തേടാൻ, ദൈവത്തോടൊപ്പം നിൽക്കാൻ, ദൈവിക സ്വഭാവത്തിലായിരിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നില്ല, പക്ഷെ ദൈവം അത് അനുവദിക്കും. ഞാൻ നിന്നെ ശുദ്ധി ചെയ്തത് ലോഹം ചെയ്യുന്ന പോലെ, വെള്ളി എന്ന അതുപോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശുദ്ധി ചെയ്തു, അത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് യെശയ്യാ 48:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും സഹനം ഉണ്ടാകും, എല്ലാവർക്കും ശുദ്ധീകരണം ഉണ്ടാകും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. കാരണം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പെടാതിരിക്കാൻ ഈ ലോകത്തിൽ തന്നെ നമ്മളുടെ സഹനങ്ങളെ നമ്മൾ ഉപയോഗിക്കണം അല്ലേ? നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചല്ലേ, എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും വലിയ നമ്മൾ ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞ ധനവാൻ ലാസ്റ്റ് ലൂക്കാ 16 കാണുന്നുണ്ട്. ആ ധനവാന് ശുദ്ധീകരണം അല്ലെങ്കിൽ നരകത്തിലേക്ക് പോയെന്ന്. പക്ഷെ നമുക്കറിയാം, നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഒക്കെ അന്ത്യവിധി നാളിൽ മത്തായി 25 ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അന്നാണ് നിത്യമായ ജീവിതത്തിലേക്കും സ്വർഗത്തിലേക്കും നിത്യമായ നാശമായ നരകത്തിലേക്കും ഒക്കെ ആത്മാക്കളെ വിടുന്ന സംഭവം അടയാം. അപ്പം അതിനു മുമ്പ്
തനത് വിധിയിലൂടെ നരകതുല്യമായ ഒരവസ്ഥയിലേക്ക് കടന്നുപോയ ധനവാനെന്ന ഈ ലോകത്തിൽ സഹനമൊന്നും വേണ്ട, അടിച്ചു പൊളിച്ച ആഡംബരത്തോടെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ചമന്ന പട്ടുവസ്ത്രങ്ങളും മൃദുലമായ വസ്ത്രങ്ങളും കാലിൽ മുള്ളുകളുണ്ട്, അല്ലെങ്കിൽ സഹനമൊന്നും വേണ്ട. നമ്മൾ ഈ ലോകത്തിൽ പറയത്തില്ല, അല്ല അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഒരു ജീവിതം ജീവിച്ചിട്ട് സഹനത്തിലൂടെയാണ് വിശുദ്ധീകരണം. നമുക്കറിയാം, ആണ് യെശയ്യാ പറഞ്ഞത്, ഞാൻ നിന്നെ ശുദ്ധി ചെയ്തത് കഷ്ടതയുടെ ചൂളയിലാണ്. ഇപ്പം നമുക്ക് ഈ ലോകത്തിലെ പല രോഗങ്ങളും ഇന്നുണ്ടാകുന്നത് പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപയും വർദ്ധിച്ചു, അല്ലേ? പണ്ടൊക്കെ ഇല്ലാതിരുന്ന രോഗങ്ങളൊക്കെ ഇന്ന് എന്തുമാത്രം രോഗങ്ങളാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ക്യാൻസർ എന്നൊക്കെ. ഇന്ന് എന്തെല്ലാം രോഗങ്ങളാണ്, പേര് പോലും ഓർമ്മ, COVID-19 എങ്ങനെയാണ് അങ്ങനെ പോവാണ്. കാരണം എന്താ? പാപം വർദ്ധിച്ചു. അത്രമാത്രം ലോകത്തിൽ മനുഷ്യ ആത്മാവിനോട് അത്രമാത്രം ലോകത്തിന്റെ കറ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഈ കറ കഴുകിക്കളയാനായിട്ട് നമുക്ക് കൂടുതൽ സഹനമുണ്ട് ഈ കാലഘട്ടങ്ങൾ. നമ്മളത് അറിയണം. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അതാണ് റോമർ 8:1 പറഞ്ഞു, ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ശിക്ഷാവിധിയില്ല. കാരണം യേശു നമുക്ക് വേണ്ടി മുൻകൂട്ടി സഹിച്ചവനാണ്. ഇപ്പം നമ്മളോട് കൂടുതൽ സഹിക്കാനൊന്നും പറയുന്നില്ല. യേശു നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് നമ്മൾ അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അവൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അടിച്ചു പൊളിച്ചുള്ള ജീവിതമല്ല, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പ എന്നൊക്കെ പറയുന്ന ഒരു മേഖല ഉണ്ടല്ലോ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ആ സഹനത്തിലും കഷ്ടതയിലാണ് ഈശോയും മാതാവ് നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചു, നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്, മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് സഹിച്ചത്, അവരുടേതായിട്ട് ഒരു കുഴപ്പം കൊണ്ടല്ല. അപ്പം നമുക്ക് ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ, അത് ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്, നമുക്ക് വേണ്ടിയല്ല, അല്ലേ? ഫാത്തിമ പ്രാർത്ഥനയിൽ തന്നെ മാതാവ് പറഞ്ഞതില്ലേ, നമ്മൾ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, നമ്മുടെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, എല്ലാ ആത്മാക്കളെയും മരിച്ചുപോയ ആത്മാവായി മാറിയവരാണ്, മരിച്ചുപോയവരാണ് ആത്മാവായി മാറിയത്. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ നരകതുല്യമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നവരാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ളത്. അപ്പോൾ ഈ നരകത്തിന്റെ വാതിലിനോട് ചേർന്ന് കിടക്കുന്ന വിധിനാളിൽ വാതിൽ തുറന്നാൽ തന്നെ അങ്ങോട്ട് നരകത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. അവരോട് എത്രയും വേഗം കരുണ, ഏറ്റവും അഗാധത്തിൽ, നമ്മൾ സങ്കീർത്തനം 130 മരിച്ചവർക്കുള്ള ഒഫീസിൽ കത്തോലിക്ക സഭയിൽ നമ്മളെന്നും അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു ദൈവമേ. ലൂക്ക 16 ധനവാനെ കുറിച്ച് പറഞ്ഞത്, വളരെ ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെ, അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്ന അബ്രാഹത്തിന്റെ മടി ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. അവിടെ ആ ധനവാൻ വളരെ ആഴത്തിൽ അഗാധത്തിൽ പോയപ്പോൾ വളരെ ഉയരങ്ങളിലേക്ക് നോക്കി വളരെ ദൂരെ അബ്രാഹത്തിന്റെ മടിയിലെ ഈ ലാസറിനെ, പാവപ്പെട്ട ഈ ഭൂമിയിലെ സഹിച്ച് ശരീരത്തിൽ രോഗമുണ്ടായിരുന്ന, കുഷ്ഠം ബാധിച്ച, നായ്ക്കള് വ്രണം നക്കിയിരുന്ന, അവന്റെ ശവം അടക്കാൻ പോലും കിട്ടില്ല, നായ്ക്കള് തിന്നു കഴിഞ്ഞു ആ ശരീരം. അങ്ങനെ കടന്നുപോയി. അവനെ ദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നു. അവന് അടക്കൊന്നും കിട്ടിയില്ല. ധനവാൻ നല്ലൊരു അടക്ക് കിട്ടി, പക്ഷെ പോയത് നരകത്തിലേക്കാണ്, നരകതുല്യമായ അവസ്ഥയിലേക്കാണ്. അപ്പോൾ മാതാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് നമ്മളുടെ കാര്യം, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, നമ്മുടെ തനത് വിധിയിൽ നരകതുല്യമായ ശിക്ഷയിലേക്ക് വിധിക്കപ്പെടാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ഫാത്തിമയിൽ, ഇന്നലെ ഫാത്തിമ മാതാവ് തിരുനാളായിരുന്നല്ലേ, നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ചിന്തിക്കുന്നതല്ല. പിന്നെ നമുക്കറിയാം, എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അണിയിക്കണമേ എന്ന് പറയുമ്പോൾ തനത് വിധി ഇല്ല, ഇത് വലിയൊരു മേഖലയാണ്. പറയും നമ്മൾ ഇതൊക്കെ ചുമ്മാ അല്ല, ഇത് ദൈവത്തിന്റെ വചനം. ഈശോ പറഞ്ഞില്ലേ, ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും അന്ത്യദിനത്തിൽ ഞാൻ ഉയർപ്പിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. അപ്പൊ തനത് വിധിയിൽ പോയിരിക്കുന്നവരെയും വീണ്ടെടുക്കുവാനാണ് യേശുവിന്റെ ആഗ്രഹം. യോഹന്നാൻ 6:39 ഈശോ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ യേശുവിന്റെ മനോഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വായനയിൽ ഈ സംഭവമൊക്കെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ
13-ാമത്തെ അധ്യായത്തില് പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ചരിത്രം പറഞ്ഞു പറയുകയാണ്, കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു ഇസ്രായേൽ മക്കള് ജോഷുവായും കൂട്ടരും അങ്ങോട്ട് കയറിയിട്ട് അവിടെ അവർക്ക് സ്ഥലങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു. അവിടെ 7 ജാതികളെ നശിപ്പിച്ച് അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിന്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. മറ്റുള്ള എല്ലാ വംശക്കാർക്കും ജാതി ജനതകൾക്കൊക്കെ രാജാവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ സാമുവേൽ പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരു വേളം കൂടി ഇസ്രായേൽ ജനം സാമുവേൽ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവിന് കൊടുക്ക്, അവരുടെ ആഗ്രഹമല്ലേ കൊടുക്ക്, അവര് ഈ രാജാവൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ അടിമകളാക്കി മാറ്റും, ഇന്നൊരു സ്വതന്ത്രനാണ്, എന്നാലും അവർക്ക് അറിയില്ല, കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവായിട്ട് സാവൂൾ രാജാവ്, 6 അടി ഉയരമുണ്ടായിരുന്ന സുമുഖനും സുന്ദരനുമായ നല്ല ഫിലിം സ്റ്റാറിനെ പോലൊക്കെ ഇരിക്കുന്ന ഒരു സാവൂളിനെ രാജാവായി കൊടുത്തു. അവനായിട്ട് അഹങ്കാരിയായിരുന്നു. അവൻ ദൈവം പറഞ്ഞൊന്നും കേട്ടില്ല. അവന്റെ സൗന്ദര്യവും അവന്റെ ഉയരവും ഒക്കെ വെച്ചുകൊണ്ട് ദൈവം കുറെ നാളൊക്കെ ദൈവത്തോടൊപ്പം നടന്നത്. പക്ഷെ പിന്നീട് 40 വർഷം സാവൂൾ ഭരിച്ചു. സാവൂളിന് 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അനന്തരം അവനെ നീക്കം ചെയ്തു. കാരണം അവന് ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയം ശുദ്ധമായിരുന്നില്ല. നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. ദാവീദിനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കും. എന്താ? ഈ സാവൂൾ രാജാവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ മനോഭാവത്തിന് ഇണങ്ങിയ, ദൈവത്തിന്റെ ആഗ്രഹത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ ദാവീദിൽ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എന്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദാവീദിന്റെ ഗോത്രത്തിൽ ജസ്സയുടെ കുറ്റിയിൽ നിന്നൊക്കെ പറഞ്ഞ യെശയ്യാ പ്രവചിച്ച 11-ാമത്തെ അധ്യായത്തിൽ പ്രവചിച്ച ജസ്സയുടെ കുറ്റി, ദാവീദിന്റെ അപ്പനാണ് ജസ്സെ. അപ്പൊ ദാവീദിന്റെ വംശാവലിയിൽ ദാവീദിന്റെ മകനായ സോളമൻ, പിന്നീട് വംശാവലി നമ്മൾ എങ്ങനെ അല്ലെ, ആ വംശത്തിലാണ് അല്ലെ, അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ താഴോട്ട് വന്നിട്ട് യൂദായുടെ ആ വംശത്തിലാണ് ദാവീദിന്റെ പിന്നെ വംശാവലിയിലാണ് യേശുപിതാവ് ആത്മീയമായിട്ടൊക്കെ, ശാരീരികമായിട്ടുള്ള ആത്മീയമായിട്ട് വിവാഹം കഴിക്കുക ഒരുപക്ഷെ വിവാഹം കഴിച്ച പരസ്പരം ബന്ധപ്പെടാതെ പരിശുദ്ധ ആത്മാവിലൂടെ ദാവീദിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവാണ് യേശുക്രിസ്തുവിലേക്ക് വന്നത്. ഇത് നമ്മൾ അറിയേണ്ടത്, അപ്പനും അമ്മയും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പന്റെ ആത്മാവിലൂടെയാണ് ഒരു ആത്മീയത കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ലഭിക്കുക. ദൈവത്തിന് ചേർന്ന ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ജീവിത രീതി ദാവീദിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന്റെ മകൻ സോളമൻ എത്രമാത്രം ഇതുപോലെ ആളെ കണ്ടിട്ടില്ല. ഇതുപോലെ പിന്നീട് നമുക്കറിയാം ആ വംശാവലി ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായി. താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് നീതിമാനായ യോസേപ്പ്, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസേപ്പിന്റെ ഭാര്യയായി നിശ്ചയിച്ചിരുന്ന മറിയത്തെയാണ് ദൈവം യേശുവിന്റെ അമ്മയായി തിരഞ്ഞെടുത്തത്. അത് ദാവീദിന്റെ ആത്മീയതയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിന്റെ ആത്മീയതയിലൂടെ, പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ചതാണ് ഇതായത് ദാവീദിന്റെ മനോഭാവം ദൈവത്തിന്റെ മനോഭാവമായിരുന്നു. ആ മനോഭാവം തന്നെ യേശുപിതാവിനുണ്ട്. അവൻ നീതിമാനായിരുന്നു അല്ലെ. തന്റെ ഭാര്യ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ അവളെ അവന് ഉപേക്ഷിക്കാൻ തീരുമാനം. പക്ഷേ വളരെ നിശബ്ദമായി അവൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ അവളെ ഉപേക്ഷിക്കാനായൊക്കെ തീരുമാനം എടുത്തപ്പോൾ ദൈവം ഇടപെട്ടുകൊണ്ടാണ് ആ ബന്ധം വീണ്ടും നിലനിർത്തിക്കൊണ്ട് രക്ഷകനായ യേശുവിന് ഭൂമിയിൽ ദൈവപുത്രനായി ജീവിക്കുവാനും വളരുവാനും ജീവിതം ബലിയർപ്പിക്കാനും ഒക്കെ ഉള്ള സംവിധാനത്തിലേക്ക് ദൈവം ഉയർത്തത് യേശുപിതാവിന്റെ നീതി മൂലമാണ്. നമ്മളുടെ ജീവിതത്തിലും അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ മക്കള് ദൈവമക്കളായിരുന്നു. അന്ന് പൗലോസ്ലിയ 1 കൊരിന്തോസ് 7 പറഞ്ഞിട്ടില്ലേ, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നു, നേരെ മറിച്ചും ആരെങ്കിലും ഒരാൾ വിശുദ്ധരായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ 2 പേരും അശുദ്ധരാണെങ്കിൽ നിങ്ങളുടെ മക്കളും അശുദ്ധരായി പോകും. ആരെങ്കിലും ഒരാള്, 2 പേരും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഏറ്റവും നല്ല കാര്യം ആരെങ്കിലും ഒരാള് ദൈവത്തോട്, മോനിക്കാ പെണ്ണിൻ്റെയൊക്കെ നമ്മൾ ചിന്തിച്ചു അല്ലേ, ഒരാളെങ്കിലും ദൈവത്തോട് ചേർന്നിക്കുകയാണെങ്കിൽ 1 കൊരിന്തോസ് 7:14 പറയുന്നുണ്ട്, ഈ സ്ഥിതിയിൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരത്രേ, അല്ലെങ്കിൽ അവർ അശുദ്ധരാകുമായിരുന്നു.
ഒരാളെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഒന്നെങ്കിൽ അപ്പനല്ലേ അമ്മ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ മക്കളിലേക്ക് ആ ദൈവികത അവരിലൂടെ കടന്നു വന്നുകൊണ്ട് അവർ വിശുദ്ധരായി തീരും മക്കള്. ഇത് വലിയൊരു മേഖലയാണ്. തീർച്ചയായിട്ടും അപ്പനും അമ്മയും അല്ലേ, നമുക്കറിയാം അഗസ്റ്റിൻ അല്ലേ, സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യട്ടെ. ലിയോ 14 മാർപ്പാപ്പാം ഈ അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ അല്ലേ, സെയിന്റ് അഗസ്റ്റീനിയൻ ആ ഒരു രീതിയിലുള്ള സെയിന്റ് അഗസ്റ്റിനെ ഫോളോ ചെയ്തുള്ള ജീവിത രീതി അഗസ്റ്റീൻ. കാരണം ആ അഗസ്റ്റീൻ മാനസാന്തരപ്പെടാൻ കാരണം ഈ മോനിക്കയുടെ ഭർത്താവിനെ മോനിക്കയുടെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെട്ട് കിട്ടി. ഈ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ 33 വർഷം ലോകത്തിൽ ജീവിച്ച അഗസ്റ്റിൻ വിശുദ്ധനായിട്ട് മാറി, സെയിന്റ് അഗസ്റ്റിൻ. ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് യേശുവിന് മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൈമാറും. നമ്മൾ അവരെ ഏറ്റവും നല്ല കോളേജിൽ, ഏറ്റവും നല്ല ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്കിയേക്കാം, ഏറ്റവും നല്ല പള്ളിയിൽ കൊണ്ട് അച്ഛൻ്റെ കൂടെ ആക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളതാണ് അവർക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതാണ് ദാവീദിൽ ദൈവം തനിക്ക് ചേർന്ന ഒരു ഹൃദയം കണ്ടെത്തിയെന്നാണ് സങ്കീർത്തനം 89 എന്നാണ് പറയുക. 89 ഇങ്ങനെ പറയുന്നുണ്ട്, 20 പറഞ്ഞു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ശക്തി നൽകും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും, എൻ്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണെന്ന ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ദൈവത്തിന്റെ ആ മനോഭാവം ദാവീദിനുണ്ടെന്ന് സങ്കീർത്തനം 89 പറയുന്നത്. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് യോഹന്നാൻ 13 ഈശോ ആ ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് നോക്കണം. ഗുരുവും കർത്താവും വലിയ ദൈവം തന്നെയായ മനുഷ്യരൂപത്തിൽ വന്നത് മനുഷ്യരായ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഇരുന്നവിടെ കാല് കഴുകി അവരുടെ കാലുകൾ പിടിച്ചു. ശരിക്കും കാല് പിടിക്കുക എന്നൊരു അടിമയെ പോലെ ദൈവം എത്രമാത്രം ഈ ഭൂമിയിൽ നിന്ന് താഴ്ന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും നമ്മുടെ ദൈവിക സ്വഭാവം എന്ന് പറയുമ്പോൾ അത് എളിമയും സഹനവും വിശുദ്ധിയും കരുണയും സ്നേഹവും നീതിയും ഒക്കെയാണ്. അവിടെയാണ് ദൈവിക സ്വഭാവം. അങ്ങനെ യേശു അവരുടെ പാദങ്ങൾ കഴുകിയിട്ട് യേശു പറയാണ്, ഗുരുവും കർത്താവുമായ നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഇത് ഇന്നത്തെ വായനയുടെ തൊട്ടു മുമ്പുള്ള ഞാൻ വായിച്ചതിന്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈശോ ഇന്ന് യോഹന്നാൻ 13:16 പറയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തിയെന്ന് തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതാണ് ഞാൻ തന്നെ. ഒരു വാക്ക് അവിടെ ഈശോ ഉപയോഗിക്കുകയാണ്. അതായത് മോശയോട് പറഞ്ഞ അവൻ നിന്റെ പേരെന്താണ്? ഞാൻ ആകുന്നവൻ, ഐ ആം ഹു ആം എന്ന് പറഞ്ഞ ഞാൻ ആ മോശയോട് സംസാരിച്ചവൻ തന്നെയാണ് ഞാൻ എന്ന് ദൈവവചനത്തിന്റെ നിറവേറലിലൂടെയാണ് നിങ്ങൾ അറിയുക. ഞാൻ തന്നെ എന്ന് അറിയേണ്ടതിന് ഈ സഹനമൊക്കെ ഉണ്ടായി. കാരണം യേശുവിന്റെ സഹനം പ്രവചിക്കപ്പെട്ടതാണ്. യേശയ്യാ പ്രവചിച്ചു 52-53 വായിക്കുമ്പോൾ അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യൻ്റെതായിരുന്നില്ല, അത്രമാത്രം വിരൂപനാക്കപ്പെട്ടു. പീലാത്തോസിന്റെ അരമനയുടെ അടിച്ച് മുറിവേൽപ്പിച്ച് അവന്റെ ശരീരത്തിൽ മാംസ കഷ്ണങ്ങൾ ചിതറി. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവന്റെ രൂപം ഇതാ കണ്ടാലും മനുഷ്യൻ എന്ന് പറയത്തക്ക ഇത് മനുഷ്യനാണോ? ഇങ്ങനെ ചെയ്യാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പീലാത്തോസ് ചോദിക്കത്തക്ക രീതിയിൽ അവന്റെ രൂപം വികൃതമാക്കപ്പെട്ടു. നമുക്ക് വേണ്ടിയാണ്. അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയാൻ സ്വയം ഇല്ലാതായി തീർന്ന
യേശുവിനെ അനുഗമിക്കാൻ ഈശോ ലൂക്ക 9:21 പറഞ്ഞ വചനമുണ്ടല്ലോ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ചു. പക്ഷെ ഈശോ സ്വയം ഇല്ലാതായി, നുറുങ്ങി ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ തെറിച്ചുപോയി, അവൻ രക്തം മുഴുവനും ചിന്തി, അവൻ ഇല്ലാതായി. അവൻ ദൈവം ശരീരമെടുത്ത, അവന്റെ ശരീരം ഇഞ്ചിഞ്ചായി ചതയ്ക്കപ്പെട്ടു, അവന്റെ ശരീരം ഇല്ലാതായി, അവൻ കൂദാശിയായി മാറി. ഞാൻ പറയും, ഇന്ന് അവന്റെ ശരീരം കൂദാശിയിലാണ് കാണപ്പെടുകയുള്ളത്. ആത്മീയമായിട്ട് ഉത്ഥാനം ചെയ്ത് അവൻ ആത്മാവിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ അവന്റെ മനോഭാവം, ദാവീദിന്റെ മനോഭാവം, ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. ദാവീദിനെ കൊല്ലുവാനായിട്ട് ഈ സാവൂൾ രാജാവ് ഇട്ട് ഓടിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, ഒരു കാരണമില്ലാതെ. ഈ ഗോലിയാത്തിനെയൊക്കെ കൊന്നുകൊണ്ട് ഇസ്രായേലെ മോചിപ്പിച്ച ദാവീദ് കൊച്ചു ബാലനായിരിക്കുമ്പോൾ കവണം കൊണ്ട്, ഒരു കല്ലുകൊണ്ട് ദാവീദ് ഈ ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞിട്ട് ഇസ്രായേലെല്ലാവരും കൊണ്ട് ദാവീദിനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയപ്പോൾ സാവൂളിന് അസൂയ തോന്നിയിട്ട് അവനെ കൊല്ലാനൊക്കെ കൂടി അവസാനം ഓടിക്കുകയാണ്. കാട്ടിലൂടെ ഓടിച്ചിട്ട് ഒരു ദിവസം കാട്ടിലെ ഗുഹയിൽ ഈ ദാവീദും കൂട്ടരും കൂടെ താമസിക്കുമ്പോൾ ഈ ദാവീദിനെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ഈ സാവൂൾ രാജാവ് പുറകെ നടക്കുകയാണ്. അവന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് ദുഷ്ടാരൂപിയാണ്. ഇന്നലെ ചിന്തിച്ചതുപോലെ നമ്മളെ ആക്രമിക്കുന്നവരുടെ ഉള്ളിലുള്ള ദുഷ്ടാരൂപിയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അവരല്ല, ഈ ദാവീദിന് അത് അറിയാമായിരുന്നു. പലപ്പോഴും കണ്ട ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ദുഷ്ടാത്മാവിനെ ഈ സാവൂളിനെ വിട്ടുപോയിരുന്നൊക്കെ ദാവീദ് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഈ ദാവീദും കൂട്ടരും ഒളിച്ചിരുന്ന കാട്ടിലെ വലിയൊരു ഗുഹ, അതിന്റെ ഉള്ളിൽ ഇവർ ഒളിച്ചിരിക്കുമ്പോൾ സാവൂൾ രാജാവ് ഒന്നും രണ്ടും അല്ലെങ്കിൽ അവന് മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മലവിസർജനം ചെയ്യാനായിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ കയറി. അപ്പോൾ ദാവീദിന്റെ കൂട്ടുകാർ പറഞ്ഞത്, അവനെ ഒറ്റയ്ക്ക് നിന്റെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കണ്ടു, ഒറ്റ വെട്ടിന് ഇപ്പോൾ അവന്റെ കഥ കഴിക്കും, നിന്നെ അവനെ ഉപദ്രവിക്കാൻ വരില്ല, അവന്റെ കഥ കഴിയും. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഇല്ല, ദൈവമാണ് അവനെ അഭിഷേകം ചെയ്തത്, ദൈവം അഭിഷേകിച്ച കർത്താവിന്റെ അഭിഷിക്തന്റെ മേൽ ഒരിക്കലും ഞാൻ എന്റെ കൈ ഉയർത്തുകയില്ല. ദൈവം തന്നെ അവനോട് നീതി. റോമർ 12 പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ ക്രോധത്തിന് അവനെ വിട്ടുകൊടുത്തേക്കുക എന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്നതാണ് നമ്മുടെയും മനോഭാവം, ദൈവിക മനോഭാവം. ദാവീദിനുണ്ടായിരുന്ന മനോഭാവം, ദാവീദ് അവനെ കൊല്ലാതെ വിട്ടയച്ചു സാവൂളിനെ. എന്നിട്ട് താഴെ നിന്നുകൊണ്ട് കുറെ ദൂരെ ചെന്നപ്പോൾ ദാവീദ് ആ ഗുഹയിൽ യജമാനെ നോക്കി, എനിക്ക് നിന്റെ അവനൊരു ഒരു കാര്യം ചെയ്തു. ദാവീദ് സാവൂൾ രാജാവിന്റെ ആ മാറ്റിവെച്ചിരുന്ന അങ്കിയുടെ അറ്റം മുറിച്ചെടുത്തുകൊണ്ട് ഒരു അടയാളമായിട്ട്, എന്നിട്ട് പറഞ്ഞു, നോക്കിയേ, ഇത് എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിട്ടു. നിന്റെ അങ്കിയുടെ അറ്റം ഇതാ എൻ്റെ കയ്യിലുണ്ട്, എനിക്കിത് വേണോ, ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പക്ഷെ അവിടെ വെച്ചൊക്കെ മകൻ, എൻ്റെ മകനെ എന്നൊക്കെ വിളിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഈ ദുരാത്മാ ഉള്ളിലുണ്ട്. വീണ്ടും കുറെ കഴിഞ്ഞപ്പോൾ ഈ സാവൂളിന്റെ കൊല്ലാനൊക്കെ ഓടിക്കുന്നു. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ദാവീദിന്റെ മനോഭാവം, യേശു ക്രിസ്തുവിന്റെ മനോഭാവം. പൗലോസ് ഫിലിപ്പിയർ 2 പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 2:5 യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാധാനം നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യാക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. നമുക്ക് വേണ്ടി പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലെ നാം പാപം ചെയ്ത ഓരോ അവയവം സ്വീകരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായി വന്നതിനു വേണ്ടിയാണ്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും കൊണ്ട് പാപം ചെയ്തത് കൊണ്ട് പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ് പരിഹാരം ചെയ്യാനായിട്ട് ഈശോ വന്നിട്ട് അവന്റെ ശരീരം മുഴുവനും ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ ശരീരത്തിൽ വന്ന മനുഷ്യൻ ആദം മുതൽ ഇങ്ങോട്ട് സകല മനുഷ്യരുടെ ശാരീരിയിൽ വന്ന സകല പാപങ്ങൾക്ക് അവന്റെ പൂർണ്ണ ശരീരം തകർത്തുകൊണ്ട് ഇല്ലാതാക്കി. നമ്മളതറിയണം. അല്ലെങ്കിൽ ഈ മനുഷ്യരെ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്തിനാ ഈ മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ആ പരിഹാരമായിട്ടാണ് മനുഷ്യശരീരം എടുത്തു കൊണ്ടുവന്നത്, അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ട്, എബ്രായറിലൊക്കെ വായിക്കുന്നല്ലേ, അവനൊരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് 33 വയസ്സ് വരെ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം യേശുവിനും ഉണ്ടായി. പക്ഷെ അവൻ പിടിച്ചു നിന്നു, ഒരു പാപവും ചെയ്തില്ല. നമ്മെ ഓർത്ത്, നിങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത് അവനെല്ലാവരോടും ക്ഷമിച്ചു. നമ്മളെ ഓർത്ത് ആ ഒരു മനോഭാവം, അല്ലെ?
വീണ്ടും പറയുന്നുണ്ട് എന്നോ എബ്രായർ 5:7 തൻ്റെ ഐഹിക ജീവിതകാലത്ത് വലിയ കഷ്ടത്തിലൂടെ ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവര് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. നോക്കിയേ, ദൈവപുത്രൻ സഹനത്തിലൂടെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ സഹനത്തിലൂടെ നമുക്കും സഹനമുള്ളത്. നമ്മൾ അവനോട് കൂടെ നിൽക്കുന്നവർ ഓർക്കണം. നമ്മുടെ സഹനങ്ങൾ ഇന്ന് ഒരു ക്രിസ്ത്യാനിയുടെ സഹനങ്ങൾ യേശു നമ്മളിലുള്ള ഒരു അടയാളമാണ്. ഞാൻ നിനക്ക് ഓർപ്പിച്ചു, നമ്മൾ പലപ്പോൾ നമ്മുടെ ഈ പ്രശ്നം വിട്ടുപോകാൻ വേണ്ടി നമ്മൾ മാതാവിനെ പോലും കൂട്ടുപിടിക്കുന്ന ഈ പ്രശ്നം ഒന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞാണ്. എന്നാൽ ആ പ്രശ്നമാകട്ടെ ദൈവം അനുവദിച്ചത് അതിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയണം. അവൻ പറയുന്ന പോലെ അവൻ്റെ വചനം പാലിക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മൾ പറഞ്ഞത്. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.